കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 2-ാമത് വാക്യം. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത യേശുവിൻ്റെ ഉയർപ്പിന് അടുക്കുന്ന അല്ലെങ്കിൽ ഉയർപ്പിൻ്റെ പുറകിൽ വ്യാപരിച്ച ദൈവശക്തി എന്തായിരുന്നു? ഇതാണ് നമ്മൾ ഇന്ന് പ്രഭാതം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് യേശു കർത്താവ് പരസ്യ ശുശ്രൂഷയുടെ ആരംഭഘട്ടം മുതൽ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാചകമാണ്, ഞാൻ അധർമ്മികളുടെ കയ്യാൽ പിടിക്കപ്പെടും, യഹൂദന്മാർ എന്നെ പിടിച്ച് റോമൻ പടയാട് കയ്യിലേൽപ്പിക്കും, അല്ല സ്തോത്രം, ഞാൻ മരണത്തിന് കീഴടങ്ങും, കാൽവറിയുടെ കുലമരത്തിൽ ഞാൻ ക്രൂശിതനായി മാറും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ളത് യേശു ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾക്കകത്തുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക. അപ്പം നമുക്കറിയാം, ഇത് യേശുവിൻ്റെ ശിഷ്യന്മാർ ഒന്നാമത് മനസ്സിലാക്കിയിരുന്നു. 2, യേശുവിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന സ്ത്രീകളൊക്കെ ഇത് മനസ്സിലാക്കിയിരുന്നു, അല്ലേ? അപ്പോൾ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട അനന്തരം അരിമത്യക്കാരനായ യോസേഫിൻ്റെ കല്ലറയിൽ യേശുവിൻ്റെ ബോഡിയെ വെക്കുകയാണ്. അപ്പം ശിഷ്യന്മാരുടെ ഹൃദയത്തിനകത്തും യേശു ഉയർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ചിന്തയിലേക്ക് അവർ പോകുന്നില്ല. 2, ഈ സ്ത്രീകളും, അതായത് മറിയ, മഗ്ദലക്കാരത്തി മറിയ, മാർത്ത, ഇവരുടെ ഹൃദയത്തിനകത്തും യേശു ഉയർക്കുമെന്നുള്ള ചിന്തയില്ല. പകരം ഇവർ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം കല്ലറയ്ക്കൽ വരുന്നത് യേശുവിൻ്റെ ബോഡിയിൽ സുഗന്ധ തൈലം പൂശാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മർക്കോസ് സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ആർ ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും എന്നുള്ള ഭാരത്തോടു കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്, വരുന്നത്. സ്തോത്രം. അങ്ങനെ വന്ന അവർ കണ്ട കാഴ്ച ഉരുട്ടി മാറ്റിയ കല്ലിൻ്റെ പുറത്തിരിക്കുന്ന ദൂതനെയാണ്. സ്തോത്രം. അതാണ് അവർ കണ്ട കാഴ്ച. ഈ ഭാരം അവരെ അലട്ടുന്ന സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി കല്ലറയ്ക്കൽ വെളിപ്പെടുകയാണ്. അത് അവരുടെ ഭാരം മാറുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, യേശുവിൻ്റെ ഉയർപ്പിൻ്റെ പിന്നിൽ വ്യാപരിച്ചൊരു ദൈവകൃപ അത്രയ്ക്കും ആഴമുള്ളതായിരുന്നു. ഇവിടെ നിങ്ങൾ മത്തായി സുവിശേഷത്തിലേക്ക് വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഇങ്ങനെയാണ്, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നു. അല്ലേ? അവിടെ ശ്രദ്ധിച്ച എന്തുവാ? മർക്കോസ് സുവിശേഷത്തിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് മർക്കോസ് പറയുന്നത് എന്തുവാ? അവരുടെ ഹൃദയത്തിനകത്തൊരു ഭാരമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ആറ് കല്ലുരുട്ടി മാറ്റും. കല്ലുരുട്ടി മാറ്റിയെങ്കിലേ യേശുവിൻ്റെ ബോഡിയിൽ സുഗന്ധതൈലം പൂശാൻ പറ്റുള്ളൂ. സ്തോത്രം. ആ ഭാരം ഇവരുടെ ഹൃദയത്തിൽ വരുമ്പോൾ സംഭവിച്ച കാര്യം എന്താ? മത്തായി സുവിശേഷത്തിൽ പറയുന്നു, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് ആ കല്ലിനെ ഉരുട്ടി മാറ്റുവാൻ തക്കവണ്ണം ഇടയായി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പ്രഭാതം ഞാൻ നിങ്ങളോട് പറയാനാകും, നിങ്ങളുടെ മുമ്പിലൊരു തടസ്സം, ഒരുപക്ഷെ നമ്മളെ കൊണ്ടത് മാറ്റാൻ കഴിയത്തില്ല. ഈ കല്ല് ആറ് ഉരുട്ടി മാറ്റും. ഈ പ്രതിസന്ധി എങ്ങനെ മാറിപ്പോ? ഉപവസിച്ചാൽ മാറുമോ? പ്രാർത്ഥിച്ചാൽ മാറുമോ? സ്തോത്രമില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ ഇത് മാറുമോ എന്നുള്ള ചിന്തകൾ ഒരുപക്ഷെ നിങ്ങളെ അലട്ടുന്നുണ്ടായിരിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, ആ ഒരു ഭാരവും നിങ്ങൾ അലട്ടണ്ട. അല്ല, സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ദൈവം, ദൂതന്മാർ ഇറങ്ങി വന്ന് ആ പ്രതിസന്ധിയെ മാറ്റി നമുക്കൊരു വിടുതൽ നൽകുവാൻ തക്കവണ്ണം ശക്തനാണ്. അതിനുവേണ്ടി പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, പ്രത്യാശയോടെ ആയിരിക്കും ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും, നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക്, ഭാവിക്ക്, ശുശ്രൂഷകൾക്ക്, വാഗ്ദത്വത്തിന്, സ്തോത്രം, എല്ലാ മേഖലകൾക്കും എതിരെ നിൽക്കുന്ന ഇരുട്ടിൻ്റെ അധികാരങ്ങളെ തകർക്കുന്ന ഒരു ദൈവകൃപയുടെ ശക്തി ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയാകും. പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, ഈ സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടെ നിന്ന് ചെറുകടിയിൽ മറച്ചാട്ട് മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.